മലയാള സിനിമയിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ റെക്കോർഡും ഇപ്പോൾ ലോകത്തിരുത്തി കുറിച്ചിരിക്കുകയാണ്. 262 കോടി എന്ന റെക്കോർഡ് മറികടന്ന് 267 കോടി എന്ന മലയാള സിനിമയുടെ ചരിത്രം തന്നെയാണ് ഇപ്പോൾ ശനിയാഴ്ച ദിവസം ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. സിനിമ ഇറങ്ങിയപ്പോൾ മുതൽ നമ്മളെല്ലാവരുടെയും ഒരു സംശയമായിരുന്നു, ഇനി സിനിമയുടെ അടുത്ത പാട്ടുകളിൽ എന്താവുമെന്നുള്ള കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡയറക്ടർ തന്നെ പറഞ്ഞിരുന്നു, ലോകയിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് നമ്മുടെ ചന്ദ്ര എന്നുള്ളത്. മലയാള സിനിമയിലെ തന്നെ പുതിയൊരു പരീക്ഷണമായിരുന്നെങ്കിൽ പോലും അത്രയധികം പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ചന്ദ്രയും മൈക്കിളും ഒടിയനും മൂത്തോനുമൊക്കെ. അപ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് തന്നെ നമുക്ക് അറിഞ്ഞിരുന്നു ഈ സിനിമ 5 പാട്ടായിട്ടാണ് അവർ എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ പാർട്ട് 1 ചന്ദ്ര, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നുള്ളത്. അപ്പോൾ സിനിമയുടെ എൻഡ് സ്ക്രീനിൽ തന്നെ കാണിച്ചിരുന്നു ചാത്തന്മാർ വരുമെന്ന് പറഞ്ഞ് നമ്മുടെ ടൊവിനോയുടെ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം ലോക ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ചാത്തൻ, അല്ലെങ്കിൽ ലോക ചാപ്റ്റർ 2 ചാത്തൻ, അല്ലെങ്കിൽ ലോക ചാപ്റ്റർ 2 മൈക്കിൾ എന്നുള്ളൊരു കഥാപാത്രം. അതായത് അവരിൽ ടൊവിനോ പറയുന്നുണ്ട്, എന്നെപ്പോലെ കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന 389 കൂടപ്പിറപ്പുകൾ എനിക്കുണ്ട്. നമ്മൾ ചാത്തന്മാരുടെ കഥയും കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം, അതിൽ ചാത്തന്മാരാണ് ഇതിൽ മെയിനായിട്ടുള്ള കഥാപാത്രം എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ടൊവിനോ ആണ് ഇതിലെ മെയിൻ കഥാപാത്രം എന്ന്. അതുപോലെ തന്നെ നമുക്ക് അതിൽ നമ്മൾ ഒടിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നമ്മുടെ ചാർലി എന്ന ഒടിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അടുത്ത പാട്ട്, അതായത് ലോക ചാപ്റ്റർ 3 എന്ന് പറയുന്നത് നമ്മുടെ ഒടിയൻ അല്ലെങ്കിൽ നമ്മുടെ ചാർലി എന്ന നമ്മുടെ ദുൽഖർ തന്നെ ആയിരിക്കും അതിൻ്റെ മെയിൻ കഥാപാത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചാപ്റ്റർ 4 4 പോകുമ്പോൾ നമുക്ക് അത് തീർച്ചയായിട്ടും അതിൽ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഇപ്പം നമുക്ക് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഇതിൽ ഫ്ലാഷ് ബാക്കിലോ ഇതിലൊന്നും നമുക്ക് ആ ഒരു ചെറിയ നമ്മുടെ ഫ്രണ്ടിലുള്ള, അതായത് ഇനിഷ്യലായിട്ടുള്ള ഇൻട്രഡക്ഷൻ്റെ ടൈമിലുള്ള ആ ഒരു ടൈറ്റിൽ കാർഡുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇഷ്താർ എന്നൊരു കഥാപാത്രമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൂത്തോൻ എന്ന കഥാപാത്രമുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇഷ്താർ ആയിരിക്കും 4ാമത്തെ ചാപ്റ്റർ 4 വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൂത്തോനായിരിക്കും ചാപ്റ്റർ 4 മെയിൻ കഥാപാത്രമായി പോകുന്നത്. എന്തായാലും ഇതിൽ 4ാമത്തേൽ ഇഷ്താർ വരികയാണെങ്കിൽ 5ാമത്തേത് നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ എൻഡ് ഗെയിം പോലെ ഈ ഇഷ്താറും മൂത്തോനും തമ്മിലുള്ള, ഇതിൽ ഇഷ്താർ നല്ലൊരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ നല്ലൊരു ദേവതയാണെന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ പ്രാചീന ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മൂത്തോൻ എന്ന കഥാപാത്രത്തെ നമുക്ക് ആ ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്ന പോലെ പുള്ളി ഒരു സ്പേസ് ഷിപ്പിൽ വരുന്നു, സ്പേസ് ഷിപ്പിൽ നിന്ന് വന്ന് നമ്മുടെ പ്രാചീന മനുഷ്യരെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കണം. അത് നല്ലൊരു മനുഷ്യരാണ്, നമുക്ക് അതിലൂടെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ മൂത്തോന് നിന്നെ കൊണ്ട് ഇവിടെ ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ ഒരുപക്ഷെ ശ്രദ്ധിക്കുമെങ്കിലും പിന്നീടുള്ള ചർച്ചകളിൽ ആദ്യം വരാതിരുന്നൊരു കഥാപാത്രമാണ് വിജയരാഘവൻ അവതരിപ്പിച്ച ഡോക്ടർ വർഗീസ് കുര്യൻ. വരാനിരിക്കുന്ന ഭാഗങ്ങളിലും നിർണായകമാകുന്ന കഥാപാത്രം കൂടിയാണ് ഇയാൾ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അയാൾ തൻ്റെ കൊച്ചുമകൾക്ക് ഉറങ്ങാൻ നേരം പറഞ്ഞു കൊടുക്കുന്ന കഥ ഒരു യക്ഷിക്കഥയാണ്. സാക്ഷാൽ കള്ളിയങ്കാട്ട് നീലിയുടെ കഥ. കേൾക്കുന്ന നമുക്ക് അത് നീലിയുടെ കഥയാണ്, പക്ഷേ പറഞ്ഞ അയാൾക്കും കഥ കേട്ട് കുട്ടിക്കും അത് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ്. വർഗീസ് കുര്യൻ്റെ പേരക്കുട്ടിയും മരണം സംഭവിച്ചേക്കാവുന്ന ഒരു രോഗത്തിനടിമയാണെന്ന് അയാൾ ആ കഥ പറഞ്ഞു തീരുമ്പോൾ ആ കുട്ടി കിടക്കുന്ന ബെഡിൽ നമുക്ക് മനസ്സിലാക്കാം. ഹോസ്പിറ്റൽ ICUവിന് സമാനമാണ് ആ ബെഡ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, അയാൾ നീലിയുടെ കഥ തന്നെ അവളോട് പറഞ്ഞത് വെറുതെയല്ല. നീലിയുടെ കടിയേറ്റ നാച്ചിയപ്പ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇയാൾ കാണാൻ വരികയും നാച്ചിയപ്പയുടെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുകയും ചെയ്ത് വെറുതെയല്ല. തൻ്റെ കൊച്ചുമകൾ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കൂടിയാകാം. ഇനി ആ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ആ കൊച്ചുമകൾ ഇനി ഒരു കഥാപാത്രമായിട്ട് വരികയോ DNA എന്തെങ്കിലും ഓൾട്ടറേഷൻ നടത്തിയോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ആയിട്ട് പുള്ളി ചെയ്ത് ആ ഒരു പവറും കാര്യങ്ങളൊക്കെ കിട്ടി ആ ഒരു കുട്ടിയും ഇനിയുള്ള പാർട്ടുകളിൽ ഏതെങ്കിലും വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 2 പോവുകയാണെങ്കിൽ അവർ എൻഡിൽ കാണിക്കുന്നുണ്ട് ഒരു ഗുഹയിലുള്ളൊരു ചാത്തൻ്റെ. അങ്ങനെയാണെങ്കിൽ ആ ഗുഹയ്ക്കുള്ളിലെ വവ്വാലുകൾ ചാത്തനാവാനാണ് സാധ്യത. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ 1984 ഇറങ്ങിയ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ആലോചിച്ച് നോക്കണം. ചിത്രത്തിൻ്റെ അവസാനം കുട്ടിച്ചാത്തൻ ഒരു വവ്വാലായി മാറി മറ്റു വവ്വാൽ കൂട്ടങ്ങളിലേക്ക് ചേരുകയാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ റെഫറൻസ് എനിക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കാരണം മൈക്കിൾ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ ചൂളമടിക്കുന്ന പാട്ടാണ്. അത് മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ ആലിപ്പഴം പെറുക്കാമെന്ന പാട്ടായിരുന്നു. ടെയിൽ എൻഡിൽ പറയുന്ന ഗുഹയും മൈക്കിളിൻ്റെ 389 സഹോദരന്മാരും ഈ പറഞ്ഞ വവ്വാലുകളാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഇഫ്താറിൻ്റെ ശിങ്കിടികളാവും ഈ ചാത്തന്മാർ.
അതിൽ നമുക്ക് അറിയാം, നീലിക്കൊരു ബുക്ക് കൊടുക്കുന്നുണ്ട്, ദേ ലിവിങ് എമംഗ് അസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. ആ ഒരു ബുക്ക് വായിച്ച് നീലി വീണ്ടും ഗുഹയിലെത്താനും ചാത്തനെ കാണാനുള്ള സാധ്യതയുണ്ട്. ചാത്തനും ചാത്തന്റെ 389 സഹോദരങ്ങളുടെയും കഥ ഐതിഹ്യമാലയിൽ പറയുന്നത് പോലെ ബാഗാസുരനായുള്ള യുദ്ധത്തിൽ ചാത്തന്റെ കൈമുറിയുകയും നിലത്ത് വീണ രക്തത്തിൽ നിന്ന് 400 കുട്ടിച്ചാത്തന്മാരുണ്ടാവുകയും അവരിൽ 10 പേർ ബ്രഹ്മാസ്ത്രം വിഴുങ്ങി ആത്മഹൂതി ചെയ്യുകയും ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ലോകയിലെ മൈക്കിൾ ആ 390-ൽ ഒന്ന് മാത്രമാണ്. ലോകയിൽ മൈക്കിളിന്റെ ഈ ഡയലോഗാണ് ചാത്തനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ പ്രേരിപ്പിച്ചത്. ചാത്തന്റെ ദൈവിക പരിവേഷം ഐതിഹ്യമാലയിൽ വെച്ച് പറയുകയാണെങ്കിൽ വിഷ്ണുമായ ചാത്തനാണ്. ശിവപാർവതിമാരെ കാണാൻ മഹാവിഷ്ണുവിന്റെ രൂപം പ്രാപിച്ച ശിവപാർവതി ദർശനം നടത്തിക്കൊണ്ടാണ് ഈ പേര് ചാത്തന് ലഭിച്ചത്. ആ പേരിൽ കേരളത്തിൽ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിലനിൽക്കുന്നു. പക്ഷേ ഈ 390 കുട്ടിച്ചാത്തന്മാർക്ക് മുകളിൽ ഒരു ചാത്തൻ ഉണ്ടാവണ്ടേ? ഈ 390ൻ്റെയും ഒറിജിന് കാരണമായ ഒരു പ്രോട്ടോടൈപ്പ്, ആ പ്രോട്ടോടൈപ്പിനെ കുറിച്ചാകും കത്തനാർ നീലിയോട് പറഞ്ഞത്. എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന്. പിന്നീട് അവർ മൂത്തോനെ കാണാൻ പോകുന്ന കാര്യവും പറയുന്നുണ്ട്. മൂത്തോനും നീലിയും കത്തനാരും കൂടി ആ പ്രോട്ടോടൈപ്പിനെ പിടിച്ചു കെട്ടിയിട്ടുണ്ടാകും. ആ ചാത്തന് നീലിയോട് ഇഷ്ടമുണ്ടായിരുന്നിരിക്കാം. ആ വീക്ക്നെസ് മനസ്സിലാക്കി നീലിയെ വെച്ചാവും ചാത്തനെ പിടികൂടിയത്. ഇനി ചാത്തന്റെ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ, ചാത്തന്റെ കയ്യിൽ കാണുന്ന ഈ ടാറ്റു പ്ലാനറ്റ് സാറ്റേൺ ആണ്. നമ്മുടെ ജ്യോതിഷത്തിൽ ഈ പ്ലാനറ്റിനെ ശനി എന്നാണ് വിളിക്കുന്നത്. ഈ ശനിയാണ് കാലം സമയം ഒക്കെ നിയന്ത്രിക്കുന്നത്. അതുതന്നെയാണ് ചാത്തന്റെ പവറും. ഇതുകൂടാതെ അനുയായികളുടെ ഹോം പ്ലാനറ്റ് ആണെന്നും സാറ്റേണിന് പുറമെയുള്ള റിങ്ങുകൾ അവരുടെ കൺസ്ട്രക്ഷൻ എക്സലൻസ് ആണെന്നും പറയുന്ന കോൺസ്പിറൻസി തിയറികളും നിരവധിയാണ്. ചാത്തന്റെ വീക്ക്നെസ് നീലിയെയും ഒടിയനെയും പോലെ വെളിച്ചമല്ല. ചാത്തനെ എപ്പോഴും മന്ത്രതന്ത്രങ്ങളാൽ വരുതിയിൽ നിർത്താമെന്നാണ് ഐതിഹ്യമാലയിൽ പറയുന്നത്. ചാത്തന്റെ ഓവർ കോൺഫിഡൻസ് ചാത്തന് വിനയായി കണ്ടിട്ടുണ്ട്. സർവശക്തൻ എന്ന തോന്നലിൽ മുന്നിൽ നിൽക്കുന്ന മന്ത്രവാദിയെ നിസാരമായി കാണുകയും അത് മുതലാക്കി അവർ ചാത്തനെ പിടികൂടുകയും ചെയ്യാറുണ്ട്. ബ്രഹ്മയുഗത്തിന്റെ ക്ലൈമാക്സിലും ഇത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചാത്തന്റെ വീക്ക്നെസ് ചാത്തന്റെ ഓവർ കോൺഫിഡൻസ് ആണ്. ഇനി ചാപ്റ്റർ 2ലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഒടിയൻ എന്ന അസാസിയൻ. ഐതിഹ്യമാലയിൽ ഒടിയനെ പറ്റി പറയുന്ന അധികം പോപ്പുലർ അല്ലാത്ത ഒരു കാര്യമുണ്ട്. പണ്ടുകാലത്ത് ഒടിയനെ ഒരു അസാസിനായി ഉപയോഗിച്ചിരുന്നുവെന്ന്. അതായത് ആരെയെങ്കിലും കൊല്ലുക എന്ന ദൗത്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നുവെന്നും ചേര രാജവംശം അതിനെ ഒരുപാട് നാൾ പിന്തുണച്ചിരുന്നു എന്നും പറയുന്നു. ഈ അസാസിനുകൾ തന്നെയാണ് ജപ്പാനിലെ നിഞ്ചകൾ. ചിത്രത്തിൽ ഒടിയന്റെ വേഷവും സംഘടനവുമെല്ലാം ഒരു ജപ്പാനീസ് നിഞ്ചയെ അനുസ്മരിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പകൽ തന്നെയാണ് ഒടിയന്മാരുടെ വീക്ക്നെസ്, രാത്രിയാണ് അവരുടെ സമയം. ആ രാത്രിയുടെ കറുപ്പാണ് ഒടിയന്റെ മേലങ്കിയായിട്ട് നമുക്ക് ആ ഒരു ദുൽഖറിന്റെ കഥാപാത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ സൗബിൻ, ബാലു, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെ ഈ ഒരു സിനിമയിൽ നമ്മുടെ ചന്ദ്രയെ റിവീൽ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നുണ്ട്. സൗബിൻ മാടനാവാനാണ് സാധ്യത. ഈ ഗണത്തിൽ ലോകയിലേക്ക് വരാൻ സാധ്യതയുള്ള കഥാപാത്രമാണ് മാടൻ. അതിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് ചുരുളി എന്ന സിനിമയാണ്. ചുരുളിയുടെ ക്ലൈമാക്സ് കണ്ടവർക്കറിയാം സൗബിൻ്റെ കഥാപാത്രം ചിത്രത്തിൽ മാടനായിരുന്നുവെന്ന്. സെയിം ഐറ്റം ഡൊമിനിക് അരുൺ വേർഷനിൽ വന്നാൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള കഥാപാത്രമാണ് മാടൻ. അതുകൊണ്ട് ലോകയിൽ കാണിച്ച സൗബിൻ മാടനാകാനാണ് സാധ്യത. കൺകെട്ടും വഴിതെറ്റിക്കലും വിനോദമാക്കിയ ശിവശക്തിയിൽ അഗ്നിയിൽ നിന്നും പറന്ന സാക്ഷാൽ ചുടലമാടൻ. നീലയുടെ ശക്തി തൻ്റെ പവേഴ്സ് കിട്ടുന്ന ഗുഹയിലെ വവ്വാലുകളുടെ ആക്രമണത്തിൽ നിന്നാണെന്നാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. ആ ഗുഹയിലുള്ള തലയില്ലാത്ത പ്രതിമ ഇസ്താറിൻ്റെ ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി ആരാണ് ഈ ഇസ്താർ? ഇസ്താർ എന്ന് പറയുന്ന സുമേറിയൻ ദൈവസങ്കല്പമായ ഇനാനയുടെ മറ്റൊരു പേരാണ്. ഈ തല പോയ പ്രതിമ ശ്രദ്ധിച്ചാൽ അറിയാം, അതൊരിക്കലും ആ സമയത്ത് ഭൂമിയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ വസ്ത്രധാരണ രീതിയല്ല. അതായത് ഭൂമിയിലേക്ക് വന്ന ഏതെങ്കിലും ഒരു ഏലിയൻ ആവാനുള്ള സാധ്യത ഏറെയാണ്. ഈ സാധ്യത പറയാൻ കാരണം സെക്കറിയ സ്റ്റിച്ചിന്റെ ദ സെക്കൻഡ് പ്ലാനറ്റ് എന്നൊരു പുസ്തകമാണ്. അതിൽ പറയുന്നത് ഈ ഇസ്താർ അടക്കമുള്ള അനുയായികൾ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയനുകളാണെന്നും അന്ന് മൃഗങ്ങളെ പോലെ ജീവിച്ചിരുന്ന മനുഷ്യരെ അവരാണ് ഇന്നീ കാണുന്ന അപ്ഡേറ്റഡ് മനുഷ്യനാക്കിയതെന്നും അവരുമായുള്ള സമ്പർക്കത്തിൽ മൂലമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെയാണ്. സംഭവം സ്യൂഡോ സയൻസ് ആണെങ്കിലും ലോകയുടെ യൂണിവേഴ്സിൽ ഇതിന് പ്രാധാന്യമുണ്ട്. ഇസ്താർ നീതിയുടെയും നന്മയുടെയും ദേവതയാണ്. മാത്രമല്ല നല്ലൊരു യോദ്ധാവുമാണ്.
നീലിയുടെ കഥാപാത്ര ഗുണങ്ങളിലും ഇഷ്താറിൻ്റെ ഷാഡോ നല്ലപോലെ ഉണ്ട്. അങ്ങനെയെങ്കിൽ കേവലം വവ്വാലുകളുടെ ആക്രമണമാവില്ല, അവയോടുള്ള പ്രതിരോധത്തിൽ നിന്നുമാവാം നീലിയുടെ പവർ ഉടലെടുത്തിട്ടുണ്ടാവുക. ഇനി മൂത്തോനും ആ ഒരു സിമ്പലിൽ കാണുന്ന ആനയുമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. പറക്കം തളിയിൽ നിന്നിറങ്ങുന്ന ഒരാൾ ഗുഹയിൽ മനുഷ്യരെ തീയുണ്ടാക്കാൻ പഠിപ്പിക്കുന്നതായി ചിത്രത്തിൻ്റെ ടൈറ്റിൽ കാർഡ് അനിമേഷനിൽ കാണിക്കുന്നുണ്ട്. അയാളുടെ നെഞ്ചിലുള്ള ആനയുടെ സിമ്പൽ നമുക്ക് മൂത്തോൻ്റെ ദണ്ടിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇഷ്താറിൻ്റെ ഒപ്പം ഭൂമിയിലേക്ക് വന്ന ഒരു ഏലിയനാണ് മൂത്തോനും. അയാളുടെ ചിഹ്നവും ആനയാണ്. സിനിമ തുടങ്ങുമ്പോൾ നീലിയെ ഷൂട്ട് ചെയ്യാൻ വരുന്ന ഷൂട്ടറിൻ്റെ ആർമറിലും ഇതേ ആനയുടെ ചിഹ്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ചന്ദ്ര ചാപ്റ്റർ 1 കഴിഞ്ഞോ അതിനു മുൻപോ നീലി മൂത്തോനുമായി എന്തോ പ്രശ്നമുണ്ടായി എന്ന് മനസ്സിലാക്കാം. അതായത് ആ സമയത്ത് നിഷാദ് സാഗറിൻ്റെ ആ കഥാപാത്രം ചന്ദ്രയോട് നീ ഇപ്പോഴും മൂത്തോന് മകൾ തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി. മാത്രവുമല്ല ആ സംഘർഷം നടക്കുന്നത് മൈക്കിളിൻ്റെ ഹെൽത്ത് സെൻ്ററിൽ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ വരാനിരിക്കുന്നത് ഒരു ഗംഭീര സിവിൽ വാറാണ്. ലോക എന്ന സിനിമയുടെ OTT റിലീസിന് വേണ്ടി ഇപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ OTT റിലീസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ലോക സിനിമയുടെ റിലീസ് അടുത്തൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. നിങ്ങൾ ഫേക്ക് ന്യൂസിനോടൊന്നും പ്രതികരിക്കാതിരിക്കുക. ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് ദുൽഖർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.